നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും കടകളിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം നമ്മുടെ സ്മാർട്ട് ഫോണിൽ ലോകത്ത് എവിടെ ഇരുന്നും കാണാവുന്ന രീതിയിൽ നിരവധി അനവധി വൈഫൈ ക്യാമറകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത്തരത്തിലുള്ള ഒരു ക്യാമറ ഏതൊരു സാധാരണക്കാർക്കും സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ കുറഞ്ഞ വിലക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ളത് ഞാൻ എൻ്റെ ഷോപ്പിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയിലൂടെ ഞാൻ രണ്ട് തരത്തിൽപ്പെട്ട വൈഫൈ ക്യാമറകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു ക്യാമറ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവോമിയുടെ 360 ഡിഗ്രി ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്. ഇത് HD ക്ലാരിറ്റി ഉള്ളതാണ്, എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് ചെറിയൊരു ബോക്സ് ആണ്. അതിന് താഴെയായിട്ടാണ് ക്യാമറ ഇരിക്കുന്നത്. രണ്ടും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചെറിയ ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്കൂടെ കാണാം, ഇതിനകത്തുള്ളത് ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു USB ചാർജറും അതിൻ്റെ കേബിളുമാണ്. ചാർജറും കേബിളും കൂടാതെ വേറൊരു സാധനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ ക്യാമറ നമുക്ക് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെക്കുവാനുള്ള ബേസ്, അതുപോലെ അതിനുള്ള സ്ക്രൂകൾ എല്ലാം ഈ ഒരു പാക്കറ്റിനകത്ത് ഉണ്ട്. 5 വോൾട്ട് 2 ആംപിയറിന്റെ USB അഡാപ്റ്റർ ആണ് ഇതിന് പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഇംഗ്ലീഷിലുള്ള യൂസർ മാനുവലിൽ ഈ ക്യാമറ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിന്റെ സെറ്റിംഗ്സുകൾ എങ്ങനെയാണെന്നും എല്ലാം വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാർക്കും സ്വന്തമായിട്ട് തന്നെ വേറെ ആരുടെയും സഹായമില്ലാതെ ഈ ക്യാമറ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. യൂസർ മാനുവലിൽ തന്നെ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. MI ക്യാമറയുടെ ഗൈഡ് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. നോർമലായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും വൈഫൈ വഴി കാണുന്നതും അല്ലാതെ ഇതിൽ നിരവധി ഫംഗ്ഷനുകൾ വേറെയുമുണ്ട്. അപ്പോൾ ഈ ഗൈഡ് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഫംഗ്ഷനുകളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ ക്യാമറ പുറത്തെടുത്ത് ഒന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഇപ്പോൾ ക്യാമറ ഞാൻ ബാക്കിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് MIയുടെ 360 ഡിഗ്രി ഹോം സെക്യൂരിറ്റി ക്യാമറ. ഇതിന്റെ താഴെയുള്ള ലോക്കിലേക്ക് നേരത്തെ ഞാൻ കാണിച്ച ബേസ് നമ്മൾ എവിടെയെങ്കിലും സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ക്യാമറ കാണാനൊക്കെ നല്ല സ്റ്റൈലൻ ക്യാമറ തന്നെയാണ്. പെർഫോമൻസിലും എനിക്ക് മോശമൊന്നും തോന്നിയിട്ടില്ല. ഇത് 360 ഡിഗ്രി ആംഗിളിൽ എങ്ങോട്ടും തിരിക്കാവുന്ന രീതിയിലാണ്. നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ഇതിന്റെ ആംഗിളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ ലഭിക്കുന്ന 5 വോൾട്ടിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള V8 സോക്കറ്റ് ഇതിന്റെ പുറകിലായിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, അത് റീസെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 5 വോൾട്ട് അഡാപ്റ്റർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് USB പോർട്ടിലേക്ക് ഈ കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കേബിൾ അത്യാവശ്യം ലെങ്ത് ഉള്ളത് തന്നെയാണ്. ഏകദേശം 2 മീറ്ററിന്റെ അടുത്ത് ഇത് ലെങ്ത് ഉണ്ട്. ഇനി മറുഭാഗത്തുള്ള V8 പിന്നെ നമ്മുടെ ക്യാമറയുടെ V8 സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിന്റെ പുറകുവശത്തുള്ള V8 സോക്കറ്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്താൽ ക്യാമറ ഓൺ ആയതായിട്ട് നിങ്ങൾക്കൂടെ കാണാം. ഇത് മറ്റ് ഡിവൈസുകളുമായിട്ടും ഫോണുമായിട്ടും ഒന്നും കണക്ട് ആകാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇതുപോലെ യെല്ലോ ഇൻഡിക്കേറ്റർ ആണ് ഇതിലുണ്ടാവുക. അത് കണക്ട് ആയി കഴിഞ്ഞാൽ ബ്ലൂ ആവും. അതുപോലെ തന്നെ വൈഫൈ കട്ടായി കഴിഞ്ഞാൽ ബ്ലൂ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇതിലേക്ക് സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊസിഷനിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് വെയിറ്റിംഗ് ഫോർ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ഇതിന്റെ യൂസർ മാനുവലിൽ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. Xiaomi ഹോം എന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർമിഷൻ ചോദിക്കുന്നതൊക്കെ അലോ കൊടുത്തേക്കുക. പിന്നെ നമുക്കിതിൽ സൈൻ ഇൻ ചെയ്യണം. മുൻപ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഇതിന്റെ വലതു ഭാഗത്ത് മുകളിലുള്ള പ്ലസ് ഐക്കൺ ആഡ് ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ഡിവൈസ് ആണോ ആഡ് ചെയ്യുന്നത് അത് നമുക്ക് താഴെ നിന്നും സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ വീഡിയോ ക്യാമറയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്.
അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ക്യാമറ ഓൺ ആവും. അപ്പോൾ ക്യാമറ പെർമിഷൻ ചോദിക്കും, അതൊക്കെ അലോ കൊടുത്തേക്കുക. അപ്പോൾ അവിടെ സ്കാനർ തെളിഞ്ഞിരിക്കുന്നത് കാണാം. അതിൽ നമ്മൾ ഇതിൻ്റെ ആ യൂസർ മാനുവലിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈ ആപ്ലിക്കേഷന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളോട് അത് റീസെറ്റ് ചെയ്യാനാണ് പറയുന്നത്. 3 സെക്കൻഡ് റീസെറ്റ് ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവും. ഇതുപോലെ വോയിസ് കേട്ടാൽ ഉടനെ താഴെ ടിക്കറ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇവിടെ നമ്മൾ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ആ ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന വൈഫൈ നെറ്റ്വർക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും വേണമെങ്കിൽ താഴെ സെലക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഇതിലൊരു QR കോഡ് ഓൺ ആയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ആ QR കോഡ് നമ്മൾ ക്യാമറയിലേക്ക് കാണിക്കണം. നമ്മുടെ ഈ വൈഫൈ ക്യാമറയുമായിട്ട് കാണിക്കുമ്പോൾ അത് പെയർ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അതൊരു 15 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് കാണിക്കേണ്ടത്. അത് ആ ഒരു ദൂരപരിധി കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് ഇതിനെ റീഡ് ചെയ്യാൻ കഴിയുക. അത് റെഡി ആവുമ്പോൾ ഇതുപോലൊരു ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വൈഫൈ കണക്ഷൻ കംപ്ലീറ്റ് ആയതായിട്ട് ഇതിൽ നിന്ന് മെസ്സേജ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇതുപോലത്തെ ഒരുപാട് വൈഫൈ ക്യാമറകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് എവിടെ ഉപയോഗിക്കുന്ന ക്യാമറയാണെന്ന് ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എവിടെ വെച്ചിരിക്കുന്നതാണെന്ന് അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ ക്യാമറകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ വർക്ക്ഷോപ്പ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഡിവൈസിന്റെ പേര് മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വീഡിയോ ക്യാമറ എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പേരിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത ഓപ്ഷൻ വരുന്നത് ഈ ഡിവൈസ് നമ്മൾ ഒരു ഫോണുമായിട്ടാണോ അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ ഫോണുമായിട്ട് കണക്ട് ചെയ്യണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഫോണുമായിട്ട് മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. അത് നമുക്ക് സെറ്റിംഗ്സിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ എല്ലാ സെറ്റിംഗ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് നമ്മൾ എതിൽ പോയാലും നമ്മുടെ ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ ഇതുപോലെ കാണാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ക്യാമറയുടെ ആംഗിൾ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് തിരിക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്ത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിലുള്ള ദൃശ്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല, സ്ക്രീനിന്റെ താഴെയായിട്ട് കാണുന്ന മൈക്കിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇന്റർകോം ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഫോൺ വഴി പറയുന്നതെല്ലാം ക്യാമറയിൽ കേൾക്കാം. ക്യാമറ ഇരിക്കുന്ന ഭാഗത്തുള്ള സംസാരങ്ങളെല്ലാം നമുക്ക് ഫോണിലും കേൾക്കാൻ പറ്റും. മറ്റു CCTV ക്യാമറകൾ പോലെ റെക്കോർഡ് ചെയ്തത് പ്ലേ ചെയ്ത് കാണാൻ ഇതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ പ്ലേ ബാക്കിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ മെമ്മറി കാർഡ് ഇടാത്തത് കൊണ്ടാണ് ഒന്നും കാണിക്കാത്തത്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് 32 GB വരെയാണ്. അതെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഇത് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഷെയറിന്റെ ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നേരത്തെ പറഞ്ഞ സെറ്റിങ്സുകളൊക്കെ മാറ്റം വരുത്താം. നമുക്ക് മറ്റു ഫോണുകളുമായിട്ട് ഇതിലെ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഓപ്ഷനുകൾ വേറെയുണ്ട്. ഇതിൽ മോഷൻ, അലാറം അങ്ങനെയുള്ള സെറ്റിങ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ, അലാറം ഒക്കെ ലഭിക്കുന്ന രീതിയിലൊക്കെ ഇതിൽ സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലൊരു SD കാർഡ് ഇട്ടിട്ട് റെക്കോർഡിംഗ് ഒന്ന് നോക്കാം. ഇത് SD കാർഡ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗം ഇതുപോലെ മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് കാണാം. അതിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇതിലേക്ക് SD കാർഡ് ഇട്ട് കൊടുത്തിട്ട് ക്യാമറ പതിവ് പോലെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷ്വൽസും ഇതിൽ റെക്കോർഡ് ആയിക്കോളും. ഈ കാർഡിൽ സ്പേസ് ഫുള്ളാകുമ്പോൾ പുതിയ വീഡിയോ കയറുമ്പോൾ ഏറ്റവും പഴയത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്ലേ ബാക്കിന്റെ ഭാഗം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തുള്ള വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കാണണമെങ്കിൽ അങ്ങനെയും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ സർവൈലൻസിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മോഷൻ, അലാറം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ആരെങ്കിലും ആളുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സംവിധാനം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ വന്ന സമയങ്ങൾ പിന്നീട് നമുക്കിതിൽ നോക്കുവാനും പറ്റുന്നതാണ്. അത്യാവശ്യം ഒരു 40-50 മീറ്റർ ദൂരപരിധിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയോടുകൂടി ഈ ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണിച്ച ഷവോമിയുടെ ക്യാമറയുടെ നേർപകുതി വിലയുള്ള അതിലുള്ള എല്ലാ ഫംഗ്ഷനുകളും വർക്ക് ചെയ്യുന്ന മറ്റൊരു ക്യാമറ കാണിക്കാം. V350 എന്ന മോഡൽ നമ്പറിലുള്ള ഒരു വൈഫൈ ക്യാമറയാണിത്. നേരത്തെ നമ്മൾ കാണിച്ച ഷവോമിയുടെ ക്യാമറയുടെ അതേപോലെ തന്നെയാണ് ഇതിന്റെ വർക്കിംഗ്. പക്ഷെ ഇതിന്റെ സെറ്റിംഗ് അതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് സിമ്പിൾ അല്ല. എന്നാലും സാധാരണക്കാർക്കൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ളത് തന്നെയാണ്. പക്ഷെ അതിൽ കാണിച്ച പോലെയല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, താഴെ കമന്റ് ചെയ്യുക. നമുക്കത് പിന്നീട് വീണ്ടും വളരെ വിശദമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിന്റെ സെറ്റിംഗ്സ് എല്ലാം ഇതിന്റെ കൂടെയുള്ള യൂസർ മാനുവലിൽ വളരെ വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഷവോമി ക്യാമറയുടേതുപോലെ തന്നെ ഇതിന്റെയും യൂസർ ഗൈഡ് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് ഇത് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ ഷവോമി ക്യാമറയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ 2 ക്യാമറകളും നൈറ്റ് വിഷൻ ഉള്ളതാണ്. രാത്രിയിലുള്ള ദൃശ്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് കാണാൻ പറ്റും. ഷവോമി ക്യാമറയെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. V350 Pro എന്ന മോഡലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇത് തന്നെ പല ക്വാളിറ്റി ഉള്ളതും വരുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ക്യാമറകൾ വാങ്ങുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം നിലവാരമുള്ളത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഇതിന്റെ കൂടെയും നമുക്ക് ഫിറ്റിങ്ങിന് വേണ്ട സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ അഡാപ്റ്ററും കേബിളും എല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന V350 Pro എന്ന മോഡൽ നമ്പറിലുള്ള അത്യാവശ്യം നിലവാരമുള്ള ക്യാമറയ്ക്ക് ഏകദേശം 1500 1600 രൂപയൊക്കെയാണ് വില വരുന്നത്. ഇതിന്റെ വില കുറഞ്ഞതും മാർക്കറ്റിൽ ലഭ്യമാണ്. നേരത്തെ കാണിച്ച ഷവോമിയുടെ ക്യാമറയാണെങ്കിൽ അതിന് ഏകദേശം 3000 രൂപയോളമാണ് വില വരുന്നത്. അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഓൺലൈനിൽ നിന്ന് വാങ്ങേണ്ടി വരും. ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന വില കുറഞ്ഞ V350 Pro എന്ന ക്യാമറയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്